രാജ്യത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇടുക്കി ജില്ലാ ഓഫീസിന്റെ ശിലാസ്ഥാപന കർമ്മം കട്ടപ്പന മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PSC വഴിയുള്ള നിയമന കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം മുൻപന്തിയിലാണെന്നും മന്ത്രി പറഞ്ഞു. 1984 വരെ കോട്ടയം ജില്ലാ PSC ഓഫീസിനോടൊപ്പമാണ് ഇടുക്കി ജില്ലാ PSC ഓഫീസും പ്രവർത്തിച്ചിരുന്നത്. 1984 ഇടുക്കിയിൽ കട്ടപ്പന ഓസാനം സ്കൂളിന് സമീപത്തുള്ള കെട്ടിടത്തിലേക്ക് ഓഫീസ് മാറിയത്. തുടർന്ന് കട്ടപ്പന ദീപിക ബിൽഡിംഗിലും പ്രവർത്തിച്ചു. 2002 മുതൽ കട്ടപ്പന ഹൗസിംഗ് ബോർഡ് കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. കട്ടപ്പന നഗരസഭയുടെ കീഴിൽ ആനവിലാസം റൂട്ടിൽ അമ്പലക്കവല ക്ഷേത്രത്തിന് എതിർവശത്താണ് ജില്ലാ PSC ഓഫീസിന് പുതിയ കെട്ടിടമുയരുക. 20 സെന്റ് സ്ഥലമാണ് സർക്കാർ ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. 3 നിലകളുള്ള കെട്ടിട സമുച്ചയം 13,842.5 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് നിർമ്മിക്കുക. ഓരോ നിലയിലും 3,336 സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും. ജില്ലാ ഓഫീസിനോടൊപ്പം ഓൺലൈൻ പരീക്ഷാ കേന്ദ്രവും പുതിയ കെട്ടിടത്തിലുണ്ടാവും. 200-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് ഒരേ സമയം ഓൺലൈൻ പരീക്ഷ എഴുതാനുള്ള സൗകര്യമാണ് ഒരുക്കുക. ഓഫീസിന്റെ ശിലാസ്ഥാപന കർമ്മം കട്ടപ്പന നഗരസഭാ കോൺഫറൻസ് ഹാളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. നമ്മുടെ PSCയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് അഭിമാനിക്കാവുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ അദ്ദേഹം പറഞ്ഞല്ലോ, രാജ്യാന്തര രംഗത്ത് അല്ലെങ്കിൽ ദേശീയ തലത്തിലൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷന്റെ സുതാര്യ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതിക്ക് അനുസൃതമായിട്ടുള്ള നടപടികളാണ്. അത് അങ്ങനെ തുടരാൻ സാധിച്ചു. ആക്ഷേപങ്ങളുണ്ടാകാതെ നിയമനങ്ങളുടെ കാര്യത്തിലും പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും സുതാര്യതയിൽ പോകാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി നിലനിൽക്കുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ജോലി സ്ഥിരതയ്ക്കും തൊഴിലവസരങ്ങൾക്കും ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നു. പരിപാടിയിൽ PSC ചെയർമാൻ ഡോക്ടർ MR ബൈജു അധ്യക്ഷനായിരുന്നു. കമ്മീഷൻ അംഗങ്ങളായ S വിജയകുമാരൻ നായർ, ഡോക്ടർ മിനി സക്കറിയാസ്, കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു.